അമ്മയെ കൊന്ന് മാല കാമുകന് കൊടുത്തു. സംഭവം റിപ്പോർട്ട് ചെയ്തത് പേരാമംഗലം, തൃശ്ശൂർ പേരാമംഗലം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. വളരെ ദാരുണമായ ഒരു കൊലപാതകം തന്നെയാണ് ഇത്. സ്വന്തം അമ്മ, 75 വയസ്സുള്ള അമ്മയെ അവരുടെ കഴുത്തിലെ മാലയ്ക്ക് വേണ്ടി മകൾ കൊന്നു. അതിനുശേഷം മകൾ കൊന്നെന്ന് സംശയം തോന്നാതിരിക്കാൻ കഥകൾ സൃഷ്ടിച്ചു. മകൾക്ക് ഏകദേശം 45 വയസ്സ് പ്രായമുണ്ട്. മകളുടെ കാമുകന് 29 വയസ്സുള്ള അയാൾ നിതിൻ എന്ന പേര്, ചിറ്റിലപ്പള്ളി വീട്ടിലെ ഒരംഗമാണ്, അവിവാഹിതനാണ്. ഈ ചെറുപ്പക്കാരനുമായി 45 വയസ്സുള്ള ഈ സ്ത്രീക്ക് ബന്ധങ്ങൾ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇവർ 45 വയസ്സാണ് എങ്കിലും ജിമ്മിൽ ഇപ്പോഴും പോകും. ശരീര സൗന്ദര്യം വർദ്ധിക്കാനും ശരീരത്തിന് ഹെൽത്ത് ഉണ്ടാകാനും കുറേ നാളൂടെ ജീവിക്കാനും അവർ ശരീരം പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ജിമ്മിൽ 45 വയസ്സുകാരി സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നു. അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണം കാമുകന് വേണ്ടി അവർ കഴുത്തിൽ പിടിമുറുക്കി അമ്മയായിട്ട് കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിൽ വെച്ച് വഴക്കുണ്ടായി. ജിമ്മിൽ പോകുന്ന സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് നല്ല ആരോഗ്യവും ബലവും ഉണ്ട്. 75 വയസ്സുണ്ട് അമ്മ. അമ്മയ്ക്ക് ആ പിടിവലി എതിർക്കാൻ കഴിഞ്ഞു. 75 വയസ്സുണ്ടെങ്കിലും ജോലി ചെയ്ത് നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ് അവർ. അതുകൊണ്ട് മകളുടെ ശ്രമം തടഞ്ഞു. മകൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് അമ്മയുടെ കഴുത്തിന് ഈസിയായിട്ട് പിടിച്ച് ഞെരിച്ചു. 2 എല്ല് പൊട്ടി കഴുത്തിലെ. അമ്മ കുഴഞ്ഞ് താഴെ വീണു, മരണപ്പെട്ടു. താഴെ വീണ അമ്മയെ എടുത്ത് അവർ കട്ടിലിൽ കിടത്തി. അതിനുശേഷം ശനിയാഴ്ച അവർ ജിമ്മിൽ പോയി. ജിമ്മിൽ പോയി മടങ്ങി വന്നു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ജീവനില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാമുകനുമായിട്ടൊരു കഥ ഉണ്ടാക്കി. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ 75 വയസ്സുള്ള അമ്മ തങ്കമണിയെ അവർ ആ വഴി സൈഡിൽ കിടത്തി, 2 പേരും കൂടെ. ആരെങ്കിലും കണ്ടാൽ അമ്മയുടെ മാല പിടിച്ച് പറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിനിടയ്ക്ക് അമ്മ വീണതാകാം. ഇല്ലെങ്കിൽ അമ്മ ആ വഴി സൈഡിൽ വീണ് തലയടിച്ച് വീണ് പരിക്കേറ്റി മരണമടഞ്ഞു എന്നൊരു കഥ. ഏതായാലും ഞായറാഴ്ച ആയിട്ടും ആരും ഇത് കണ്ടില്ല. ശനിയാഴ്ച വൈകിട്ട് ആണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി കാമുകനൊത്ത് അവർ ആ വഴി സൈഡിൽ കൊണ്ട് കിടത്തി. ഞായറാഴ്ച ഇവർ തന്നെ 5:30 മണിക്ക് അയൽവക്കംകാരെ വിളിച്ചു പറഞ്ഞ അമ്മ വീണ് കിടക്കുന്ന വഴിയരികിൽ. അവരെല്ലാം കൂടെ വന്ന് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ചെന്നപ്പം അമ്മ മരിച്ചിരിക്കുന്നു. അമ്മയുടെ മുഖത്ത് ചില 1-2 ചെറിയ മുറിവുകൾ. അത് നാട്ടുകാർ കരുതി അത് വീണപ്പോൾ അമ്മ 75 വയസ്സുണ്ട്, ഒരു മകളല്ലേ ഉള്ളൂ, ആ അമ്മ വീണപ്പോൾ സംഭവിച്ചതാകാം. ആ മകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് ഒരിക്കലും നാട്ടുകാരും കരുതിയില്ല. സാമാന്യമായിട്ട് ആരും അങ്ങനെ ചിന്തിക്കത്തുമില്ല. കാരണം 75 വയസ്സ് അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം മാക്കാണ്. മാക്കും പ്രായമായി, 45 വയസ്സുണ്ട്. കാമുകൻ തൊട്ടടുത്തുള്ള താമസിക്കുന്നവനാണ്, ചെറുപ്പക്കാരനാണ്, അവിവാഹിതനാണ്, 29 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഏതായാലും നാട്ടുകാർക്ക് ഈ മുഖത്തെ മുറിവ് കണ്ടപ്പം, മാല നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പം നാട്ടുകാർക്ക് സംശയമായി. പോലീസ് രംഗത്ത് വന്നു. പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ താഴെ വീണു മരിച്ചു എന്നുള്ള രീതിയിൽ അമ്മയുടെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തുമായിരുന്നു. പക്ഷേ നാട്ടുകാർക്ക് സംശയം വന്നപ്പോൾ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം അവർ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിലാണ് കഴുത്തിലെ 2 എല്ലുകൾ ഒടിഞ്ഞു പോയെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു പിടിവലി നടത്തി. എന്തായാലും മകളിലേക്ക് അന്വേഷണം നീണ്ടു. അവർ കുറ്റം സമ്മതിച്ചു. കാമുകനും അത് അവരെ സഹായിക്കാൻ കൂടിയെന്ന്. അമ്മയുടെ കഴുത്തിലെ മാല ഇവർ കൈക്കലാക്കിയെന്നും പോലീസ് കണ്ടു. ഏതായാലും മകള് സന്ധ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാമുകനെയും അറസ്റ്റ് ചെയ്തു. പേരാമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ രതീഷും
KC രതീഷും പാർട്ടിയുമാണ് അന്വേഷണം നടത്തിയത്. മുഖത്തെ പരിക്കാണ് നാട്ടുകാർക്ക് ഒരു സംശയം ഈ കാര്യത്തിൽ ഉണ്ടായേ. അത് തന്നെയല്ല, അമ്മയെ കഴുത്ത് ഞെരിച്ച് അമ്മ താഴെ വീണിട്ടും ഒരു മനസാക്ഷിയുമില്ലാതെ അമ്മയെടുത്ത്, അമ്മയ്ക്ക് ജീവനുണ്ടോ എന്ന് പോലും നോക്കാതെ അമ്മയെടുത്ത് കട്ടിലിൽ കിടത്തി. അതിനുശേഷം അമ്മ അബോധാവസ്ഥയിലാണ് എന്ന് കരുതി അവർ ജിമ്മിൽ പോയി. തിരിച്ചു വന്നപ്പോൾ അതേപടി കിടക്കുന്ന കണ്ടപ്പോഴാണ് മരിച്ചു എന്ന് മനസ്സിലായ പുതിയ കഥയുണ്ടാക്കിയത് കാമുകനുമായിട്ട്. നിതിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സംഭവം കേരളത്തിലെ പല സ്ഥലങ്ങളിലും മാതാപിതാക്കളെ അവർ പാടുപെട്ട് അവർ മിച്ചം പിടിച്ചുണ്ടാക്കിയ ചില ആഭരണങ്ങൾ, അല്പം കാശ്, ഇതൊക്കെ മക്കളും ഒക്കെ തട്ടിയെടുക്കുന്ന കാഴ്ചകളും അതിനവരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരു തരത്തിലുള്ള ജീവിതം നയിക്കുന്ന മക്കളാണ് ഈ പ്രകാരമുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മലയാളികൾ മാറി ചിന്തിക്കണം. നമ്മുടെ ധർമ്മം അപ്പനും അമ്മയും വയസ്സുകാലത്ത് അവരെ സംരക്ഷിക്കുക, അത് അവരെ ഉപദ്രവിക്കരുത്, അവരെ കൈവശിരിക്കുന്ന സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി അവരെ മർദ്ദിക്കരുത്. പല മക്കളും അറിയാം, പ്രായമുള്ള അമ്മയെ വടി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ മിക്കവാറും TV യിൽ കാണുന്നുണ്ട്. പന്നി വയോധിക അമ്മയെ ചൂരിൽ കൊണ്ടടിക്കുന്നത്, പത്തിൽ കൊണ്ട് അടിക്കുന്നത്, അമ്മയെടുത്ത് വീട്ടിൽ നിന്ന് മുറ്റത്തോട്ട് എറിയുന്നതൊക്കെ ഞാൻ കണ്ടു. കൊല്ലത്തൊരു സംഭവം. ധാരാളം ഇതുപോലെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ മാറി ചിന്തിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഇതിന് കൂട്ടുനിൽക്കുന്ന ഇപ്പോഴത്തെ തലമുറ, 45 വയസ്സുള്ള ആ സ്ത്രീയെ, അവരുമായിട്ട് ശാരീരിക ബന്ധമുള്ള നിതിൻ എന്ന വ്യക്തി, അയാൾക്ക് 29 വയസ്സേ ഉള്ളൂ. അയാൾ ഇവരുമായിട്ടുള്ള ബന്ധം എത്ര നാളുകൊണ്ട് തുടങ്ങി എന്നറിയത്തില്ല. ആ കാമുകൻ്റെ അവരുടെ സാമ്പത്തികമായ ഒരു ബാധ്യത തീർക്കാനോ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്വന്തം അമ്മയെ കൊന്ന് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല കൊടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.